എല്ലാവർക്കും റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ തേർഡ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ഫെരിക്കൽ മിറേഴ്സിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. സ്ഫെരിക്കൽ മിറേഴ്സ് എന്താണ്, എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ സ്ഫെരിക്കൽ മിറേഴ്സിൻ്റെ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള രണ്ട് സ്ഫെരിക്കൽ മിറർ എന്ന് പറഞ്ഞത് ആരെന്നെയാണ്? കോൺകേവ് മിററും അതുപോലെ കോൺവെക്സ് മിററും ആണല്ലോ. നമ്മൾ ഡെയിലി ലൈഫിൽ കോൺകേവ് മിററും കോൺവെക്സ് മിററും നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെ അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ ശരിക്കും ഒന്ന് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണം ശരിക്കും ഇവിടെ. അപ്പോൾ ഞാൻ സമയക്കുറവ് മൂലം ഡിറക്റ്റ് ക്ലാസ് ആകാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പോവാണ്. നിങ്ങൾ ശരിക്കും ലിസ്റ്റ് ചെയ്തിട്ടാണ് പറയേണ്ടത്. നമ്മൾ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്ന ടോർച്ചിലൊക്കെ യൂസ് ചെയ്യുന്നത് കോൺകേവ് മിററാണ്. ടോർച്ചിൽ നമ്മൾ എവിടെ ടോർച്ച് ലൈറ്റിൽ യൂസ് ചെയ്യുന്നില്ലേ? ടോർച്ചിൽ നമ്മൾ ബൾബ് ഫിറ്റ് ചെയ്യുന്നത് തന്നെ നോക്കൂ ഒരു കോൺകേവ് മിററിൻ്റെ സെൻറ്ററിലാണ്. കാരണം എന്താ, കോൺകേവ് മിററിൻ്റെ വേറെ പേര് എന്താ? കൺവേർജിങ് മിറർ. ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ടോർച്ച് അങ്ങനത്തെ ഒരു ഡിവൈസ് അല്ലേ. ടോർച്ച് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ വെളിച്ചം കാണാനാണ് നമ്മൾ ടോർച്ച് യൂസ് ചെയ്യുക. നമുക്ക് മാത്രം, നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം വെളിച്ചം കാണാമെന്നുള്ളതാണ് ഉദ്ദേശം. വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു സാധനം അല്ലേ. ചില ആൾക്കാർ കണ്ടില്ലേ, നിങ്ങൾ നടന്നൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ടോർച്ച് ഇങ്ങനെ സ്വന്തത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കാതെ പോകണം. അപ്പോൾ ടോർച്ചിൽ ഞാൻ പറഞ്ഞിരുന്നത് ടോർച്ചിൽ ബൾബ് ഫിറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഒരു കോൺകേവ് മിററിൻ്റെ സെൻറ്ററിലാണ്. നേരെ മറിച്ച് സ്ട്രീറ്റ് ലൈറ്റിൽ അങ്ങനെയാണോ? സ്ട്രീറ്റ് ലൈറ്റിൽ മിറർ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ട്രീറ്റ് ലൈറ്റിൽ നമുക്ക് റോഡ് സൈഡിലൊക്കെ വലിയ ലൈറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബോക്സൊക്കെ വെച്ചിട്ട് ഇല്ലേ, അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു കോൺവെക്സ് മിററൊക്കെ ഉണ്ട്. അതിനറിയാം ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് ലൈറ്റ് ടൈം തട്ടിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാൻ. കാരണം സ്ട്രീറ്റ് ലൈറ്റിന് ചെയ്യുമ്പോൾ എന്താ, അതിൻ്റെ താഴെ കൂടെ പോകുന്ന ആളുകളുടെ മുഖത്ത് ടോർച്ചടിക്കലാണോ? ഒരിക്കലും അല്ലല്ലോ. ആ ഏരിയയിലൊന്നായിട്ട് ലൈറ്റ് കിട്ടില്ല. അപ്പോൾ നോക്കൂ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആണോ ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് പോയിക്കോളൂ ലൈറ്റ്. എന്നാൽ മുകളിലേക്ക് ലൈറ്റ് വേണ്ടേനും, മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റ് അത് നമ്മൾ കോൺകേവ് മിറർ ഹെഡ്ലൈറ്റ് ഫോക്കസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യും. പിന്നെ ടോർച്ചിൻ്റെ അത്ര ഫോക്കസിങ്ങിലേക്കല്ല ഹെഡ്ലൈറ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റു സ്ഥലങ്ങളാണ്. ഇനി നോക്കൂ, നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു സ്ഥലമുണ്ട്. അതേതാ? വാഹനങ്ങളിൽ അല്ലേ, റിയർ വ്യൂ മിറർ ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആരാ റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ്. റിയർ വ്യൂ മിറർ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ വെഹിക്കിൾസ് മിറർ, അതെന്ത് മിററാ? കോൺവെക്സ് മിററാ. എന്തുകൊണ്ടാണ് അത് കോൺവെക്സ് മിറർ ആയത്? എന്താ നമ്മൾ അവിടെ കോൺവെക്സ് മിറർ യൂസ് ചെയ്യാനുള്ള കാരണം? അത് കോൺവെക്സ് മിറർ ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് അടുത്താക്കി കാണിച്ചു തരുമോ, അതോ അടുത്തുള്ളതിനെ ദൂരെയാക്കിയാണോ കാണിച്ചു തരിക? കോൺവെക്സ് മിറർ ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് അടുത്താക്കി കാണിച്ചു തരുമോ, അതല്ല അടുത്തുള്ളതിനെ ദൂരെയാക്കിയിട്ടാണോ കാണിച്ചിരുന്നത്? ചെറുതിനെ വലുതാക്കി കാണിച്ചു തരുമോ, അതോ വലുതിനെ ചെറുതാക്കി കാണിച്ചു തരുമോ? കോൺവെക്സ് മിറർ നെവർ പ്രൊഡ്യൂസസ് എൻലാർജ്ഡ് ഇമേജസ്, നോ, ഓൾവേസ് പ്രൊഡ്യൂസസ് ഡിമിനിഷ്ഡ് ഇമേജസ് കോൺവെക്സ് മിറർ. പിന്നെ ദൂരമുള്ളതിന് അടുത്താക്കിയിട്ടാണോ അടുത്തുള്ളത് ദൂരെയാക്കിയിട്ടാണോ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമസ് ആയിരിക്കുമല്ലോ. നിങ്ങളെല്ലാം പിന്നെ ഇത്തരം കോൺവെക്സ് മിറർ, വെഹിക്കിൾസിൻ്റെ മിറേഴ്സ്, ഈവൻ സൈക്കിളിൻ്റെ മിററിൽ പോലും നിങ്ങൾ ഈ സെൻറ്റൻസ് കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലേ? എന്തത്? ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. എന്തതിൻ്റെ അർത്ഥം? ദൂരമുള്ളതിനെ അടുത്താക്കി കാണിച്ചിരുന്നാണോ അടുത്തുള്ളതിനെ ദൂരെയാക്കി കാണിച്ചിരുന്നാണോ? നിങ്ങൾ ഫിസിക്സ് വിട്. അതിൻ്റെ ഈ ഇംഗ്ലീഷിൻ്റെ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? ഞാൻ തന്നെ ഓപ്ഷൻ തന്നു, രണ്ട് വിപരീത അർത്ഥമുള്ള രണ്ട് ഓപ്ഷനാണ് തന്നത്. അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ ഭയങ്കര സുഖമല്ലേ. ദൂരെയുള്ള വസ്തുക്കളെ അടുത്താക്കി കാണിച്ചിരുന്നാണോ അടുത്തുള്ള വസ്തുക്കളെ ദൂരെയാക്കി കാണിച്ചിരുന്നാണോ ഇതിൻ്റെ മീനിങ് പറയൂ. ഞാൻ ഓരോ വർഷവും ഈ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട് കുട്ടികളുണ്ടോ. പലപ്പോഴും സംഭവിക്കൽ എന്താ പറയുക, ക്ലാസ്സിൽ 50% ആൾക്കാർ ഒരേ ആൻസറും പറയും, വേറെ 50% ആൾക്കാർ വേറെ ആൻസർ പറയും. അപ്പം നമുക്ക് തന്നെ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ അല്ലേ, കഴിഞ്ഞ 14 വർഷമായില്ലേ നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട്, നഴ്സറി സ്കൂളൊക്കെ ആയിട്ട്. എന്നിട്ട് സയൻസൊക്കെ പഠിച്ചിട്ട് നമുക്ക് തന്നെ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്ര നോളജൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്രൊഫഷനാണല്ലോ ഒരു ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത്. ഇത്ര ആവശ്യമില്ലാത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് പിന്നെ അവർക്കിത് മനസ്സിലാവണമെന്ന് നമ്മളെങ്ങനെ വാശി പിടിക്കാം? നിങ്ങൾ തന്നെ പല ആൾക്കാരും ഡ്രൈവ് ചെയ്യുന്നവരാണ് അല്ലേ. ചിലർക്കൊരു ലൈസൻസ് തന്നെ ഉണ്ട്. അപ്പോൾ ഒന്ന് പറയും, എന്താ അതിൻ്റെ മീനിങ്? എന്താ നിങ്ങൾ മനസ്സിലാക്കിയ മീനിങ്? നിങ്ങൾ മനസ്സിലാക്കി എഴുതിയൊക്കെ കിട്ടുമോ? ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തോ, ഞാൻ പറയാൻ പോവാണ് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയതിന് ശേഷം മാത്രമേ പറഞ്ഞ് ശ്രദ്ധിക്കാവൂ. നോക്കൂ, ഒബ്ജക്ട്സ് ഇൻ ദ മിററിൽ കാണുന്ന വസ്തുക്കൾ ആർ ക്ലോസർ അടുത്താണ് ട്ടോ ദാൻ ദേ അപ്പിയർ, അവ പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മിററിൽ കാണുന്ന വസ്തുക്കൾ അടുത്താണ് ട്ടോ എന്ന് നമുക്ക് മിറർ. ഇപ്പം നോക്കൂ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം.
അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ വണ്ടി നോക്കും ഇങ്ങോട്ട് ടേൺ ചെയ്യാൻ പോവാം. അപ്പോൾ ഇങ്ങോട്ട് ടേൺ ചെയ്യാൻ നേരത്തെ ഞാൻ മിററിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബാക്കിലോട്ട് ഒരു ലോറി ഇങ്ങനെ വരുന്നുണ്ട്. ബാക്കിൽ ഒരു ലോറി വരുന്നു. അപ്പം മിറർ എന്നോട് പറയണ്, ഏയ് നോ, ഈ കാണുന്നിടത്തല്ല കേട്ടോ ആ ലോറി ഉള്ളത്, ഇറ്റ് ഈസ് ക്ലോസർ. മിററിൽ കാണുന്ന ലോറി അവിടെ അല്ലട്ടോ, കുറെ കൂടെ അടുത്താണ് കേട്ടോ എന്ന് ഇന്നെ വാൺ ചെയ്യാണ്, ഇന്നെ ഓർമ്മപ്പെടുത്തുകയാണ് മിറർ. മനസ്സിലായോ? അപ്പം നോക്കൂ, തിരിച്ച് മനസ്സിലാക്കിയ ആളുകളുടെ ഒരു അബദ്ധം ആലോചിച്ച് നോക്ക്. അവരെന്താ മനസ്സിലാക്കുക? തിരിച്ചിങ്ങനെ ലോറി ഇപ്പോൾ അവിടെ ഉണ്ട്, അപ്പോൾ ലോറി ഇപ്പോൾ അവിടെ ഉള്ളത്, അപ്പോൾ അവിടെ ഒരുപാട് ബാക്കിലാണ് ഇപ്പോൾ ലോറി ഉള്ളതെന്നല്ലേ അവർ മനസ്സിലാക്കുക. എന്ത് ചെയ്യും? അങ്ങോട്ട് തിരിക്കും, അവസാനത്തെ തിരിയാവും. പിന്നെ നാട്ടുകാരൊക്കെ വന്നിട്ടായിരിക്കും പിന്നെ എടുത്തിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒബ്ജക്ട്സ് ഇൻ ദ മിറർ, അപ്പോൾ ശരിക്കും കോൺവെക്സ് മിറർ ആ ചെറുതിനെ വലുതാക്കി തരുന്നില്ല, പിന്നെ ദൂരമുള്ള വസ്തുക്കൾ അടുത്താക്കി കാണിച്ചു തരുന്നില്ല. ഇനി ദൂരമുള്ള വസ്തുക്കൾ അടുത്താക്കിയാണ് കാണിച്ചു തരുന്നത് ഈ മിറർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് അവിടെ എഴുതിയേക്കേണ്ട ആവശ്യമില്ല. ദൂരമുള്ള വസ്തുക്കൾ അടുത്താക്കി കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷ്മത കൂടുക ചെയ്യാം. കുറച്ച് ദൂരമുള്ളത് കുറച്ച് അടുത്താക്കി കാണിച്ചു തരണം. അപ്പോൾ നമുക്ക് അവിടെ അടുത്താണ്, നമുക്ക് തിരിക്കാനായില്ല, നമുക്ക് ഒന്നുകൂടി സൂക്ഷ്മത പുലർത്താൻ കഴിയും. നേരെ മറിച്ച് അടുത്തുള്ളതിനെ ദൂരാക്കി കാണിച്ചു തരുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആവണം. കാരണം നീ കാണുന്നിടത്തല്ല കേട്ടോ, കുറച്ചും കൂടി അടുത്താണത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം, തിരിക്കല്ലേ. മറ്റേത് നമുക്ക് സെക്യൂരിറ്റി കൂടുക ചെയ്യാം. അപ്പോൾ അങ്ങനെ കാണിച്ചതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാണ് കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത് നോക്കൂ, പ്ലെയിൻ മിറർ യൂസ് ചെയ്താൽ നേരെ ഫ്രണ്ടിലേക്ക് മാത്രമേ കാണുള്ളൂ. കോൺകേവ് മിറർ യൂസ് ചെയ്താൽ നോക്കൂ, അവിടെ ഫീൽഡ് ഓഫ് വ്യൂ പിന്നെയും കുറഞ്ഞ ഏരിയയുള്ള ഭാഗം മാത്രമേ അവിടെ കിട്ടുള്ളൂ. നേരെ വെച്ച് നോക്കൂ, കോൺവെക്സ് മിററാണ് യൂസ് ചെയ്യുന്നതോട് കൂടി എന്തായി, ആഹാ ഇവിടെ ഉള്ളത് കാണാം, ഇവിടെ ഉള്ളത് കാണാം, അതാണ്ടാ ഫീൽഡ് ഓഫ് വ്യൂ കൂടി ഒരുപാട് ഏരിയ ഇപ്പോൾ കാണാൻ കഴിയും. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? റെഡി അല്ലേ? ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നത്. കോൺകേവ് മിററിൻ്റെ പ്രത്യേകത, കോൺകേവ് മിറർ ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് ഡിമിനിഷ്ഡ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജസ്. അത് കോൺകേവ് മിററിന് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കോൺവെക്സ് മിറർ ആൾവേസ് പ്രൊഡ്യൂസസ് ഡിമിനിഷ്ഡ് ഇമേജസ്. അപ്പോൾ ആ പോയിന്റ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്, ഇമേജ് ഡയഗ്രാംസ് ഒക്കെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക, കോൺകേവ് മിറർ ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് എൻലാർജ്ഡ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജസ്, ബട്ട് കോൺവെക്സ് മിറർ ആൾവേസ് പ്രൊഡ്യൂസസ് ഡിമിനിഷ്ഡ് ഇമേജസ്. നോക്കൂ, ഡെൻറ്റിസ്റ്റിൻ്റെ മിറർ, ഡെൻറ്റിസ്റ്റ് എന്താണ് കോൺകേവ് മിറർ കണ്ടില്ലേ? ഡെൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് ചെറിയ മിറർ എന്നിട്ട് വായിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നത്. അവിടെ എന്താ എയിം എന്താ? വലുതാക്കി കാണിച്ചു തരാം. വലുതാക്കി കാണിച്ചു തരാൻ ആർക്കേ കഴിയും? പ്ലെയിൻ മിറർ വലുതാക്കി കാണിച്ചു തരില്ല, കോൺവെക്സ് മിറർ വലുതാക്കി കാണിച്ചു തരില്ല. ഓൺലി കോൺകേവ് മിറർ ക്യാൻ പ്രൊഡ്യൂസ് എൻലാർജ്ഡ് ഇമേജസ്. അതേ പർപ്പസിൽ തന്നെയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഷെയ്വിങ് മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്? കോൺകേവ് മിററാണ്. അത് തന്നെ ഷെയ്വ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ആൾക്കാർ ഷെയ്വിങ് മിററായിട്ട് ഷെയ്വ് ചെയ്യാൻ വേണ്ടി കോൺകേവ് മിറർ നല്ല ഉപയോഗിക്കല്, പ്ലെയിൻ മിററിൽ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യൽ. പക്ഷേ ആ ഷെയ്വിങ് മിറർ നമ്മൾ വിളിക്കുന്നത് ആരാണ്? കോൺകേവ് മിറർ. എന്താ കാരണം? അവിടെയും നോക്കൂ, എൻലാർജ്ഡ് ഇമേജ്. ഇപ്പം നോക്കൂ, ഷേവ് ചെയ്യുന്ന സമയത്ത് മുഖത്തൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് സൈസൊക്കെ കൂട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഒന്നുകൂടെ നമുക്ക് ഓടിച്ചാടി പോകേണ്ടതില്ല, കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെ പോയാൽ മതി. അതുകൊണ്ടാണ് ഓരോ ഈച്ച് ആൻഡ് എവറി ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നത്. ഇനി നോക്കൂ, ഒരു കാര്യം കൂടെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് കോൺകേവ് മിററിനെ നമ്മൾ സിമ്പിൾ, ശരിക്കും മിററിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺകേവ് മിറർ ഇങ്ങനെ സർക്കുലർ ആയിട്ടല്ലേ ഉണ്ടാവുക, അതിൻ്റെ അടിച്ച് ഇങ്ങനെ സർക്കിൾ ഉണ്ടാവുക. കോൺവെക്സ് മിറർ എടുത്താലും അതും ഇങ്ങനെ സർക്കിൾ ഉണ്ടാവുക. പിന്നെ എങ്ങനെ നമ്മൾ കോൺകേവ് മിററിനെ ഇങ്ങനെ വരയ്ക്കുന്നത്? എങ്ങനെ ഇത് എവിടുന്ന് വന്നു ഈ സ്ട്രക്ചർ? അതേപോലെ കോൺവെക്സ് മിററിനെ നോക്കൂ, നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക. ഈ സ്ട്രക്ചർ എവിടുന്നാണ് വന്നത്? അത് വന്ന് ലെൻസിൻ്റെ കേസിൽ പറഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ലെൻസ് നോക്കൂ, ലെൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ലെൻസ് ഇങ്ങനെ ഉണ്ടാവുക. പക്ഷേ ലെൻസിനെ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കൽ? ലെൻസ് നോക്കൂ, എടുത്തു കഴിഞ്ഞാൽ ലെൻസിൻ്റെ എഡ്ജ് നോക്കൂ, ഇങ്ങനെ സർക്കുലർ ആണ് ഉണ്ടാവുക. പക്ഷേ ഈ എഡ്ജിൽ തിക്നെസ് കുറവും സെൻറ്റർ പോർഷന് തിക്നെസ് കൂടുതലാണ്. യു നോ ദാറ്റ്. എന്നിട്ട് ഈ ഷേപ്പ് എങ്ങനെ വന്നറിയോ? ഈ ഷേപ്പ് വന്നത് നമ്മൾ ലെൻസിന് എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നേരെ വേർട്ടിക്കലി ലെൻസ് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ താഴേക്ക് വീഴും. പിന്നെ നിങ്ങൾ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷനല്ലേ കാണുക, ആ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പാണിത്. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് കോൺകേവ് മിററിൻ്റെ കേസ്. കോൺകേവ് ലെൻസിനെ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. എങ്ങനെ ഈ ഷേപ്പ് വന്ന്? അതും ഏകദേശം കണ്ടാൽ ഇങ്ങനെ ഉണ്ടാകുക, പക്ഷേ എഡ്ജ് വണ്ണം കൂടുതലും സെൻറ്ററിൽ വണ്ണം കുറവാണ്. അപ്പോൾ ഈ ഷേപ്പ് എങ്ങനെ വന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്രോസ് സെക്ഷനെ കാണാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുക കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ കാണും. ആ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പാണിത്.
അത് തന്നെയാണ് യഥാർത്ഥത്തിൽ എവിടെയും സംഭവിക്കുന്നത്, മിററിൻ്റെ കേസിലും സംഭവിക്കുന്നത്. കോൺകേവ് മിറർ എങ്ങനെയാണെങ്കിലും അത് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആ എഡ്ജിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്ട്രക്ചറാണ് കിട്ടുക. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ കാര്യപ്പെട്ട ടൈറ്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. അതാണ് സ്മോൾ എഫ് ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, അത് നമുക്ക് കോൺകേവ് മിററിൻ്റെയോ കോൺവെക്സ് മിററിൻ്റെയോ ഡയഗ്രം എടുക്കാം. ഞാൻ രണ്ടും വരച്ചിൻ്റെ ഇവിടെ രണ്ടും ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാമാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്, ഞാൻ ആദ്യം ഈ ഡയഗ്രത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കും, ബാക്കി പറയാം. കോൺകേവ് മിറർ ഇതതിൻ്റെ സിൽവേർഡ് സർഫസ് ആണ് കേട്ടോ. ഈ കളർ ചെയ്ത ഷെയ്ഡ് ചെയ്തത് സിൽവേർഡ് സർഫസ് ആണ്. ഈ ഭാഗമാണ് എന്ത്, അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇതൊരു പാരലൽ റേ ഓഫ് ലൈറ്റ്, ബെറ്റർ ടു സേ ദിസ് ഈസ് എ പാരാക്സിയൽ റേ ആണിത്. പാരാക്സിയൽ റേ അറിയാലോ, പാരലൽ റേ ക്ലോസ് ടു പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വെച്ചാൽ ഈ റേ വരച്ചത് ഇവിടെ ആണെങ്കിലും ഇത് ഇവിടെ അല്ല, ഇത് വളരെ ക്ലോസ് ആണ്. എന്ന് വെച്ചാൽ എം എന്നുള്ളത് ഇവിടെ അല്ല, ശരിക്കും എം ഈസ് വെരി ക്ലോസ് ടു പി എം. പക്ഷെ അങ്ങനെ എന്താ വരക്കാത്ത, അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ആംഗിൾസ് കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യാനൊക്കെ വൃത്തികേടായിരിക്കും, ഇത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വരച്ചെന്നുള്ളൂ. ബട്ട് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, എം ഈസ് വെരി ക്ലോസ് ടു പി. വൈ? ബിക്കോസ് ദിസ് ഈസ് എ പാരാക്സിയൽ റേ. ഇനി ഈ റേ ഓഫ് ലൈറ്റ് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് ഏത് ആംഗിളിലാണ് ഇത് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തത്. അതിനെന്ത് ചെയ്യണം, ഇൻസിഡൻറ്റ് ചെയ്ത പോയിന്റിൽ ഒരു നോർമൽ വരക്കണം. നോക്കൂ, ഒരു സ്ഫിയറിനോ സർക്കിളിനോ സർഫസിൽ നോർമൽ വരക്കണമെങ്കിൽ അത് എന്ത് കൂടെ പാസ് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ കൂടെ പാസ് ചെയ്യുക. കണ്ടോ, അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്താൽ മാത്രമേ സർഫസിൽ, ഇപ്പോൾ നോക്കൂ ഈ ലൈന് ഒരിക്കലും സർഫസിൽ നോർമൽ ആവില്ല ഇത്, കാരണം സെൻറ്ററിലൂടെ പാസ് ചെയ്താലേ സർഫസിൽ നോർമൽ ആവുള്ളൂ. ഇത് നോക്കൂ, സർഫസിൽ നോർമൽ സെൻറ്ററിലൂടെ പാസ് ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നോക്കൂ, ഈ സർഫസിൽ ഈ പോയിന്റിൽ നമുക്കൊരു നോർമൽ വരക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിലൂടെ വരാൻ വരക്കാം. അതാണ് സെൻറ്റർ. കണ്ടോ, ഇവിടെ നേരെ അങ്ങോട്ട് വരച്ചു. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ കിട്ടി, ഐ. ആ ഐക്ക് ഞാൻ തീറ്റ എന്ന് പേരിട്ടു. അപ്പോൾ ഇതാരാണ്, സി എം ആരാണ്, സി എം ഈസ് ദ നോർമൽ. സി എം ആരാണ്, സി എം എന്ന് പറഞ്ഞത് ഇവിടെ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, എവിടെയാണോ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തത് ആ പോയിന്റിൽ വരച്ച നോർമലാണത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇത് നോർമൽ, ഇത് ആംഗിൾ ഐ. അപ്പോൾ നോക്കൂ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ നോക്കൂ, ഇതും ഇവിടെ തീറ്റ, ആറ് ഈക്വൽ ടു തീറ്റയാണ്, കാരണം രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കണം. സ്വാഭാവികമായിട്ടും പാരാക്സിലിൽ എന്തുകൂടെ പാസ് ചെയ്യാം, ഫോക്കസിലൂടെ. അപ്പോൾ ഇത് ഫോക്കസാണ്. അപ്പോൾ ദിസ് ഈസ് ഫോക്കൽ ലെങ്ത്. ഇതാരാണ്, ഇത് പോളാണ്. സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത്രയും കിട്ടിയല്ലോ? യെസ്. ഇനി നോക്കൂ, ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ഇപ്പോൾ പലപ്പോഴും ഫിസിക്സിൽ പറയുന്ന കുട്ടികൾ പലപ്പോഴും പറഞ്ഞാൽ തോന്നുമ്പോൾ സപ്പോസ്, അസ്യൂമിങ് എന്നൊക്കെയാണ് പറയുന്നത്. വെറുതെ പറയാം, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. വളരെ കൃത്യമായ ധാരണയോട് കൂടി മാത്രമേ സപ്പോസും അസ്യൂമിങ്ങും ഒക്കെ വരുള്ളൂ. വെറുതെ ഒരു സാധനവും വരില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, അങ്ങനെ എവിടെയെങ്കിലും, കാരണം അത് നമ്മൾ ഫസ്റ്റ് ഡെറിവേഷനാണ് ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നത്. ഇഷ്ടം പോലെ ഡെറിവേഷൻ നമുക്കിതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക, അത് അവിടെ എന്തുകൊണ്ട് അങ്ങനെ വന്നു. ഇപ്പം നോക്കൂ, ഞാനിവിടെ തുടക്കത്തിൽ തന്നെ പറയാൻ പോകണം എന്താ അറിയാം, അസ്യൂം എം പി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. നല്ലോണം ശ്രദ്ധിക്കാം, അസ്യൂം എം പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെ വെറുതെ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, പാരാക്സിയൽ റേ. പാരാക്സിയൽ റേ എന്ന് പറഞ്ഞാൽ ആരാ, പാരലൽ റേ ക്ലോസ് ടു പ്രിൻസിപ്പൽ. അപ്പോൾ എം ഈസ് വെരി ക്ലോസ് ടു പി ആണ്, പിന്നെ ഇത് സ്ട്രെയിറ്റ് ലൈൻ തന്നെ അല്ലേ. എം ഈസ് വെരി ക്ലോസ് ടു പി ആണ്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നൗ സി കൺസിഡർ ട്രയാങ്കിൾ. ട്രയാങ്കിൾ നോക്കൂ, ട്രയാങ്കിൾ എം സി പി എടുക്കുക ആദ്യം. എം സി പി എന്നുള്ള ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൽ നിന്ന് ഞാൻ ടാൻ തീറ്റ കാണാൻ പോവാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് എം പി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ എം പി ഡിവൈഡഡ് ബൈ സി പി. മനസ്സിലായോ? ഈ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും പറയാം. എം ഈസ് വെരി ക്ലോസ് ടു പി അല്ലേ. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ചെറുതാണ്. തീറ്റ വളരെ ചെറുതാണെങ്കിൽ നോക്കൂ, വെൻ തീറ്റ ഈസ് വെരി സ്മോൾ ആണെങ്കിൽ നമുക്ക് ടാൻ തീറ്റൻ എന്തെഴുതാം, ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. തീറ്റ വളരെ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്തെഴുതാം നോക്കൂ. ഈ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോവാണ്.
This is theta is approximately equal to MP divided by CP. Equation number 1. അടക്കട്ടെ. മനസ്സിലായോ? ഇനി നോക്കൂ, അതുപോലെ തന്നെ നോക്കൂ, ഞാൻ അടുത്ത ട്രയാങ്കിൾ എടുക്കാൻ പോവാം. കൺസിഡർ ട്രയാങ്കിൾ MFP. MFP എന്നുള്ള ട്രയാങ്കിൾ എടുക്കുക. MFP ഉണ്ടോ? ആ ട്രയാങ്കിൾ എടുത്തിട്ട് അവിടെ നമ്മൾ tan 2 തീറ്റ കാണാം. tan 2 തീറ്റ ഉണ്ടോ? tan 2 തീറ്റ ഓപ്പോസിറ്റ് സൈഡ് MP ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആരാ? FP. എഗെയിൻ നേരത്തെ അതേ ആർഗ്യുമെൻറ്റ്, 2 തീറ്റയും ചെറുതാണ്. തീറ്റ പറ്റ ചെറുതാണെങ്കിൽ അതിനെ ഡബിൾ ചെയ്ത് വെച്ചിട്ട് വലുതാൻ പോണില്ല അല്ലേ? 0.01 ഡബിൾ ചെയ്താൽ എത്ര കിട്ടുക? 0.02 അല്ലേ? അപ്പോൾ ഡബിൾ ചെയ്ത് വെച്ച് കാര്യമായ മാറ്റം വരാൻ പോണില്ല. അപ്പോൾ നോക്കൂ, ഇവിടെയും നമുക്ക് എന്ത് പറയാം? ബട്ട് 2 തീറ്റ ഈസ് ആൾസോ വെരി സ്മോൾ. Therefore, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ ഇക്വേഷൻ ഇവിടെ നോക്കൂ, ആ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പോവാണ്. 2 തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു MP ഡിവൈഡഡ് ബൈ FP. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 2ൽ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. ദാറ്റ് ഈസ് 2 ഇൻറ്റു തീറ്റയിലുള്ള ആ തീറ്റയിലോടുത്ത് MP ബൈ CP. MP ഡിവൈഡഡ് ബൈ CP ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരാളുള്ളത്? MP ഡിവൈഡഡ് ബൈ FP. നോക്കൂ, MP ക്യാൻസൽഡ് അല്ലേ? ഞാൻ നോക്കൂ, FPനെ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ FP ഈസ് ഈക്വൽ ടു ആരാ കിട്ടുക? CP ബൈ 2. ആരാ FP? ഡയഗ്രാം നോക്കൂ, FP ആരാ? ഫോക്കൽ ലെങ്ത്. അപ്പോൾ സ്മോൾ f ഈസ് ഈക്വൽ ടു CP ആരാ? നോക്കൂ, CP റേഡിയസ് ഓഫ് കർവേച്ചർ R ബൈ 2 ഓർ R is equal to 2F. This is the required relation. F is equal to R by 2 or R is equal to 2F. This is the required relation. മനസ്സിലായോ? സിമ്പിൾ കേസ് അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഈസി ആണല്ലോ. F is equal to R by 2 or R is equal to twice the focal length. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക? ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ആ ഇക്വേഷനെ ശരിക്കും നോക്ക്. ആ ഇക്വേഷനിൽ എന്താ ഉള്ളത് നോക്കൂ. F is equal to R by 2, R is equal to 2F. ആകെ അതിലുള്ളത് ആ റിലേഷനിൽ Fഉം Rഉം ഒഴികെ പിന്നെ ആരായുള്ളൂ? 2 എന്നുള്ള ടേമിലുള്ളൂ. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെരിക്കൽ മിറർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് എ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. ഓൺലി ഓൺ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് അവിടെ തന്നെ ഒന്നും. പിന്നെ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സറൗണ്ടിങ് മീഡിയം, ഇൻഡിപെൻഡൻറ്റ് ഓഫ് വേറെ എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടും ഇവിടെ എന്തിനാണ് എങ്ങനെ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് മിററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്തുള്ള ആളാണ് ആര്? ലെൻസ് അല്ലേ? ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സറൗണ്ടിങ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് മിററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ, ഇവിടെ ഉള്ളത് F is equal to R by 2, വേറെ ആരുമില്ല. ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ. മനസ്സിലായല്ലോ? അത് മറക്കണ്ട. എന്ന് വെച്ചാൽ ഒരു മിററിൻ്റെ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? 10 സെൻറ്റിമീറ്റർ. ബിക്കോസ് അവിടെ ആദ്യം എയറിലാണ്, സറൗണ്ടിങ് മീഡിയ എയർ ആയിരുന്നു, പിന്നെ വാട്ടറായി. അതൊന്നും അവിടെ പ്രശ്നമില്ല, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കൂ, ഇന്ന് ഇത്ര മതി. നിങ്ങൾ ആ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഡെറിവേഷൻ നിങ്ങൾ ചെയ്തു നോക്കണം. പിന്നെ ഡെറിവേഷനിൽ ഞാൻ ഒരു ഡയഗ്രം കൂടി കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ഇത് കോൺകേവ് മിററിലാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേ സാധനം തന്നെ കോൺവെക്സ് മിററാണ് ഇവിടെ വരച്ചത്. ബാക്കി സിമ്പിൾസിനൊക്കെ ഞാൻ സെയിം പേരാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇതേ ഡെറിവേഷൻ നിങ്ങൾ ഈ ഡയഗ്രം എടുത്താലും കുഴപ്പമില്ല, ഈ ഡയഗ്രം എടുത്താലും കുഴപ്പമില്ല. മനസ്സിലായല്ലോ? ഇവിടെ നിങ്ങൾക്കറിയാം പാരലൽ റേ ഓഫ് ലൈറ്റ് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് ഡൈവേർജ് ചെയ്ത് അങ്ങോട്ടാണ് പോവുക. ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ഫോക്കസിലേക്ക് എത്തുക. ആൻഡ് ഇറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ ദാറ്റ് ഈ M എന്ന് പറഞ്ഞ പോയിന്റ് ഈസ് വെരി ക്ലോസ് ടു പി. കാരണം അത് പാരാക്സിയൽ റേ ആവണം. സെയിം കാര്യങ്ങൾ, അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ആംഗിളിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. കാരണം അത് തീറ്റ എവിടെയാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇവിടെ അത് അറിയില്ലേ, ഇത് തീറ്റ ആണെങ്കിൽ ഇതെങ്ങനെ തീറ്റ ആയത്? ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലേ? ഈ ആംഗിൾ രണ്ടും ഈക്വൽ അല്ലേ? അതാണ് ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ. ഇത് മൊത്തത്തിൽ എത്രയാണ്? 2 തീറ്റ. അപ്പോൾ ഇത് എത്രയാണ്? ഇതും 2 തീറ്റ. ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ക്ലിയർ? ആ രൂപത്തിൽ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് പോകാം.
അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അത്രയും മതി. നിങ്ങൾ അത്രയും പഠിച്ച് ക്ലിയർ ആക്കുക. ഞാൻ വീണ്ടും പറയുന്നു, അല്പമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റെഗുലറായിട്ട് ആ ക്ലാസ്സുകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നിങ്ങൾ നീട്ടി വെക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. നന്നായിട്ട് പഠിക്കുക, ഡൗട്ടുകളൊക്കെ ചോദിക്കുക. താങ്ക് യു.